Guten Tag, Leute. ഇന്നത്തെ നമ്മുടെ തേമ ടോപ്പിക്കാണ് ഫ്രം സ്പ്രാഹെ ലേണൻ. ഫ്രം സ്പ്രാഹെ ലേണൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുക അല്ലേ? ഫോറിൻ ലാംഗ്വേജ് എങ്ങനെയൊക്കെ പഠിക്കാം? ഐൻലൈറ്റിങ്ങിൽ നമ്മൾ എന്ത് പറയണം? ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തിനാണ് നമ്മൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത്? അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? അതായിരിക്കണം നമ്മുടെ ഐൻലൈറ്റും. നമ്മുടെ മ്യോഗ്ലിഷ് കൈറ്റുകൾ എന്ന് പറഞ്ഞാൽ 3 പോസിബിലിറ്റീസ് നമുക്ക് എങ്ങനെയൊക്കെ ഫ്രം സ്പ്രാഹെ പല രീതിയിൽ പഠിക്കാം. അതിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യോഗ്ലിഷ് കൈറ്റുകൾ പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫോറൻ നാക്ടൈലുകൾ ഡിസ്കസ് ചെയ്യാം. അവസാനം നമ്മളൊരു ജനറലൈസ്ഡ് മൈനുങ് അതിനെപ്പറ്റി പറയാം, ഷ്ലുസ് ചെയ്യാം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു തേമയുടെ സ്ട്രക്ചർ പോകേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ എന്തായിരിക്കണം? ഐൻലൈറ്റും. എന്താണ് ഫ്രം സ്പ്രാഹെ ലേണൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ? Das Thema Fremdsprache lernen spielt eine sehr wichtige Rolle in unserem täglichen Leben, weil es sehr hilfreich für nicht nur im Ausland zu arbeiten, sondern auch eine gute berufliche Zukunft im Ausland zu bilden. Alle. Or else we can tell like that wir können eine Ausbildung in Ausland machen. പിന്നെ എന്താണ്? Wir sind in der Lage, viele Freundschaften in Ausland bilden. Freundschaft knüpfen. അങ്ങനെ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഈ ഫ്രം സ്പ്രാഹൻ അറിഞ്ഞതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ഒരുപാട് വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രം സ്പ്രാഹെ പഠിക്കാനുള്ള മ്യോഗ്ലിഷ് കൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ മ്യോഗ്ലിഷ് കൈറ്റാണ് എന്താണ്? സ്പ്രാക്ഷൂലെ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സ്പ്രാക്ഷൂലയിൽ പോയിട്ടാണ് ഓഫ്ലൈനായിട്ട് പഠിക്കുക എന്ന് പറയത്തില്ലേ? ഓഫ്ലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർട്ടേലുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫോർട്ടേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ wir sind in der Lage, eine sehr strukturierte Wegener-Erlernung schaffen അല്ലേ? നമുക്ക് എറൈഷൻ, നമുക്കൊരു സ്ട്രക്ചറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയം നമുക്ക് കിട്ടും. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ആ ഒരു പാക്കേജ് ആയിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റുഡിയം നമുക്ക് കിട്ടുന്നത് വളരെയധികം ബേസിക്സ് തൊട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ ഇതുവരെ നമുക്ക് ഒരു രീതികൾ വരെ നമ്മൾ ഒരു സ്പ്രാക്ഷൂലയിൽ പോയി പഠിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്തത് എന്താണ്? wir sind in der Lage mit unsere എന്താണ് kommilitonen, unsere anderen Studenten, mit anderen Studenten unsere Ideen austauschen, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് wir können mit anderen Schülern kommunizieren. അപ്പോൾ dadurch ist es möglich, unsere Sprachkenntnisse zu verbessern. നമ്മുടെ എന്താണ് പഠിത്തത്തിൻ്റെ നമ്മുടെ ആ ഒരു ഫെഹിഷ്കായിട്ട്, നമ്മളുടെ ആ ഒരു അറിവ്, ലാംഗ്വേജിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെർബസൻ ചെയ്യാനായിട്ട് കഴിയും. വളരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത അവിടെ തുറന്നു കിട്ടുന്നു. പിന്നെ എന്താണ് നമുക്ക് പിന്നെ ഒരു ഫോർട്ടേൽ എന്ന് പറഞ്ഞിട്ട് wir sind in der Lage അല്ലെങ്കിൽ assist möglich, unsere Zweifel direkt zu klären അല്ലേ? direkt mit den Lehrer zu klären. നമ്മുടെ ആ ഒരു ലെയർ, നമ്മുടെ ആ ടീച്ചേഴ്സ് അവിടെ തന്നെ ഉണ്ടായത് കൊണ്ട് നമുക്ക് നമ്മുടെ ഡൗട്ട്സൊക്കെ തന്നെ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. വേറെ ആരും നമുക്ക് പറഞ്ഞു തരാനില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണത് എങ്കിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ഫെർട്ടൈൽ ഹാഫ്റ്റായിട്ടുള്ള ഒരു മ്യോഗ്ലിഷ് കൈറ്റാണ് എന്ത്? സ്പ്രാക്ഷൂലെ. അപ്പോൾ ഇതൊക്കെയാണ് സ്പ്രാക്ഷൂലയിലെ പ്ലസ് പോയിൻറ്റ്സുകൾ. മൈനസ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ലൈസൻസ് ചെയ്യാൻ പറ്റുന്നൊരു മ്യോഗ്ലിഷ് കൈറ്റ് അല്ല. ബിസോണ്ടസ് ബെറോസ്റ്റേറ്റിക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രാക്ഷൂലയിൽ എപ്പോഴും എന്താണ് ഫസ്റ്റ് ആൻഡ് സൈറ്റൻ ആയിരിക്കും നമ്മുടെ എന്താണ് ഈ ഒരു ടീച്ചിങ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്താണ് ബെറോസ്റ്റേറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡെയിലി ഒരേ സമയത്ത് ഫിക്സ് ടൈമിൽ വന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതൊരു നെഗറ്റീവാണ്. പിന്നെ എന്താണ് ഇത് വളരെയധികം ചിലവേറിയൊരു മ്യോഗ്ലിഷ് കൈറ്റാണ്. Es ist eine kostenspielig Möglichkeit, die alle nicht leisten können അല്ലേ? alle nicht leisten können. എല്ലാവർക്കും എന്താണ് ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മ്യോഗ്ലിഷ് കൈറ്റ് അല്ല. കാരണം പണം ചിലവേറിയൊരു മ്യോഗ്ലിഷ് കൈറ്റാണ് സ്പ്രാക്ഷൂലയിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നാക്ടൈലുകളും പറഞ്ഞു, 2 നാക്ടൈലും 3 ഫോർട്ടൈലും പറഞ്ഞു. രണ്ടാമത് പറയുന്നത് എന്താണ്? ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ഉള്ള പ്ലസ് പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ
നമുക്ക് ബെക്കോമാണ് നമ്മുടെ ബെക്കോംലിഷ്കായിട്ടിനനുസരിച്ച് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാനും ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാനും പറ്റും. അത് പ്രത്യേകിച്ചും ഈ ബറൂഫ് സ്റ്റേറ്റിലേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മ്യോക്ലിഷ്കായിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലിയും പഠിത്തവും കൂടെ ചേർത്തായിരുന്നു ജർമ്മൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ചെയ്തത്. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഓൺലൈൻ എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട്. അല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് പോസിബിൾ ആണോ ഓഫ്ലൈൻ? അല്ല. ആ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബെക്കോംലിഷ്കായിട്ട് ബീറ്ററ്റ് ചെയ്യുന്നു അല്ലേ, വളരെയധികം കൺവീനിയൻ്റ് ആണ്. ഇവിടെ überall und jeder Zeit wir können überall und jeder Zeit studieren in der ഓൺലൈൻ പ്ലാറ്റ്ഫോം studieren അല്ലേ. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഗ്രോസ് ഔസ്വാൽ ഫോൺ മെറ്റീരിയൽ അല്ലേ, ഒരുപാട് മെറ്റീരിയൽസൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. ഫെർഫ്യൂഗുബാർ എന്താണ് കോസ്റ്റൻ ഗുൻസ്റ്റിഷു ആണ്. ഏഡർ കോസ്റ്റൻ ലോസ് ഓർഡർ എൻവേഡർ കോസ്റ്റൻ ലോസ് ഓർഡർ എന്താണ് കോസ്റ്റൻ ഗുൻസ്റ്റിഷ്. ഒന്നുകിൽ ചിലവ് വളരെ കുറഞ്ഞതും അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ ചിലവില്ലാതെയും നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് ചെയ്യാം. കാരണം മെറ്റീരിയൽസൊക്കെ നമുക്കിപ്പോൾ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നില്ലെങ്കിൽ തന്നെ മെറ്റീരിയൽസൊക്കെ മിക്കവാറും ഫ്രീ ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡിയം എന്ന് പറയുന്നത് വളരെയധികം കോസ്റ്റ് എന്ന് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു മ്യോക്ലിഷ്കായിട്ടാണ്. അപ്പം നാക്ടൈലുകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിറക്റ്റ് ഔസ്റ്റ് ചെയ്യാനായിട്ടൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. കാരണം നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനോ നമ്മുടെ ആശയവിനിമയത്തിനോ നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസോ ഒന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇല്ല. നമുക്കൊരു പാർട്ട്ണറില്ല. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്കൊരു സ്പ്രാക്ക് പാർട്ട്ണർ, സ്പീക്ക് ചെയ്യാനായിട്ടൊരു പാർട്ട്ണർ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇൻ്ററാക്ഷൻ നടക്കത്തില്ല. എസ് ഗിഫ്റ്റ് കൈന ഇൻ്ററാക്റ്റീവ് വെഗദർ എർലേണൻ അല്ലേ, ഇൻ്ററാക്റ്റീവ് വേ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് അവിടെ ഇല്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സ്വൈഫർ ക്ലാരൻ ചെയ്യാൻ പറ്റില്ല, ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെറാൾട്ട ആയിട്ടുള്ള മെറ്റീരിയലുകൾ കിട്ടാം, ഫാൾഷ ഇൻഫർമാസിയോണൻ കിട്ടാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. നമുക്ക് എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് ഫെർട്രൗൻസ്വുഡിഷ് അല്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്, ഒരു റിസിക്കോ ഉണ്ട് അവിടെ. അപ്പോൾ മൂന്നാമത്തെ മ്യോക്ലിഷ്കായിട്ടാണ് ബ്യൂഷർലേസൺ ആണെങ്കിൽ ബ്യൂഷർലേസൺ നമ്മൾ ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം സിസ്റ്റമാറ്റിക് വെഗദർ എർലേണാണ് നമ്മുടെ ബുക്കിലുള്ളത്. ഗെറ്റ് റുക്ഡ് ബുക്ക് ആകുമ്പോൾ നമുക്ക് ഒരു ഫീലുണ്ട് അത് വായിക്കാനും പഠിക്കാനും അല്ലേ. എസ്പെഷ്യലി ബുക്ക് ലീബ് ഹാബേഴ്സിനൊക്കെ ആണെങ്കിൽ, ബുക്ക് ലീബ് ഹാബർ എന്ന് വെച്ചാൽ തന്നെ ബുക്ക് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് വായിച്ച് പഠിച്ച്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൊണ്ട് നടക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന് ബുക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വായിക്കാൻ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും നമുക്ക്. അങ്ങനെയൊക്കെ ഏത് ലാംഗ്വേജിൻ്റെ വേണമെങ്കിലും ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലസ് പോയിൻറ്റ്സ് ആണ് ബ്യൂഷർലേസനുള്ളത്. ഇപ്പം നാക്ടൈലുകൾ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്പീക്കിങ്ങിനോ കേട്ട് പഠിക്കാനോ ഒന്നുമുള്ള ഒരു സാധ്യതയില്ല. ഹ്യോർ ആൻഡ് സ്പ്രാക്ക് കെൻഡനസെ ഫെർബസൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. നമുക്ക് റീഡിങ് നമുക്ക് പറ്റും, പക്ഷേ കേൾക്കാനോ പറയാനോ ഉള്ള ഒരു സാധ്യത അവിടെ ഇല്ല ബ്യൂഷർലേസനിൽ അല്ലേ. അപ്പോൾ അതൊരു മ്യോക്ലിഷ്കായിട്ട് നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ മ്യോക്ലിഷ്കായിട്ട് വേണമെങ്കിൽ, ഇതല്ലാണ്ടൊരു മ്യോക്ലിഷ്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് മ്യൂട്ടർസ്പ്രാഹർ ഓർ മ്യൂട്ടർസ്പ്രാഹ്ലറിൻ അല്ലേ, മ്യൂട്ടർസ്പ്രാഹർ ഓർ സ്പ്രാഹ്ലറിൻ അതായത് ഇപ്പോൾ ഔസ്ലാൻഡിഷ് നമുക്ക് അവിടെ ഒരു ഫ്രോയിൻഷാഫ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ ഉണ്ടല്ലോ. നമുക്ക് ഔസ്ലാൻഡിൽ ഒരാളുമായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഔസ്പ്രാഹയൊക്കെ നമ്മുടെ ഫോർട്ടൈലുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഡൈഗ്ലിഷ് യൂബുങ്ങൻ വഴി നമ്മുടെ ഔസ്പ്രാഹ ഒരുപാട് വ്യത്യാസം വരും. നമ്മുടെ സ്പ്രാക്കൻസ് എർഹേബ്ലിഷ് എർഹ്യോഹൻ ആവും. അതൊരു
പ്ലസ്സാണ്. പിന്നെ നമുക്കെന്താണ് ലാംഗ്വേജിൻ്റെ വളരെ ഡീറ്റെയിൽസ്, ലാംഗ്വേജ് മാത്രമല്ല ചിലപ്പോഴൊക്കെ നമുക്ക് നല്ലൊരു അവരുടെ കൾച്ചറൊക്കെ പിടികിട്ടും നമ്മൾ ഇങ്ങനെ മുട്ടസ്പ്രാഖ്ലറിനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു പ്ലസ് പോയിൻറ്റ്. മൈനസ് ആണെങ്കിൽ സൂപ്പർലേസിഷ്കായിട്ട് അവൈലബിലിറ്റി ബുദ്ധിമുട്ടാണ്, എടുക്കും ഫെർഫ്യൂഗുബാർ ആയിരിക്കത്തില്ല എപ്പോഴും, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അതൊരു ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ 3-4 മ്യോഗ്ലിഷ്കാറ്റുകളാണ് നമ്മൾ പറയുന്നത്. അവസാനം നമുക്ക് ഒരു ശ്ലുസ് പറയാം. ശ്ലുസ്സാണെങ്കിൽ ജനറലൈസ്ഡ് ശ്ലുസ്സാണെങ്കിൽ abschließend lässt sich sagen, dass dieses Thema viele Facetten hat und sowohl Vorteile als auch Herausforderungen mit sich bringt. Diese alle Möglichkeiten ihre Vor- und Nachteile haben, aber wir müssen diese Möglichkeiten vorsichtig wählen. Wenn wir diese Möglichkeiten in Anspruch nehmen, sind wir in der Lage, eine gute Zukunft zu schaffen. പിന്നെ അപ്പോൾ അവസാനം hier kommt meine Vortrag zum Ende. Vielen Dank für Ihre Aufmerksamkeit. Ich stehe zur Verfügung, wenn Sie noch Fragen haben. അല്ലേ, അങ്ങനെ പറഞ്ഞ് നമുക്ക് ശ്ലുസ് പറയാം, അവസാനിപ്പിക്കാം നമ്മുടെ തേമ. അപ്പോൾ അതാണ് ഫ്രംസ്പ്രാഹൻ എർവെർബ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രംസ്പ്രാഹയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് മ്യോഗ്ലിഷ്കൈറ്റുകൾ പറഞ്ഞു. മ്യോഗ്ലിഷ്കൈറ്റുകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്പ്രാഖ്ഷൂലേ പോകുന്നത്, ഓൺലൈൻ, ബ്യൂഷർലൈസൻ, പിന്നെ ഒരു എക്സ്ട്രാ പറഞ്ഞത് മ്യൂട്ടസ്പ്രാഹർ ഓർ സ്പ്രാഹ്ലറിലുമായിട്ടുള്ള ഇത് സംഭാഷണം അല്ലേ, എന്താണ് ഔസ്റ്റൗഷൻ അല്ലേ, സ്പ്രാഹൻ സ്പ്രഷൻ മിറ്റ് മുട്ടസ്പ്രാഹർ ഓർ സ്പ്രാഹ്ലറിൻ യൂബുങ്ങൻ അല്ലേ, അതൊരു നല്ല പോയിൻ്റാണ്. അതും ഒരു 4 മ്യോഗ്ലിഷ്കൈറ്റുകളാണ് പ്രധാനമായിട്ട്. പിന്നെ നമുക്ക് ഒരെണ്ണം പറയാമെന്ന് വെച്ചിട്ട് റൈസൻ മഹാൻ പറയാൻ പറ്റും. ഒരു മ്യോഗ്ലിഷ്കൈറ്റ്, ഒരുപാട് മ്യോഗ്ലിഷ്കൈറ്റുകളുണ്ട്. അപ്പം നമുക്ക് വെറൈറ്റി ഓഫ് മ്യോഗ്ലിഷ്കൈറ്റിനകത്ത് ഇപ്പോൾ എനിക്ക് റൈസൻ റൈസൻ സ്പ്രാഹൻ പഠിക്കാനായിട്ടൊരു ഇതാണെന്ന് പറയാം. പിന്നെ നമുക്ക് പറയാം ഔസ്ലാൻഡിഷെ ഫിലിം സേഹൻ, മറ്റ് ഫോറിൻ കൺട്രീസിൽ, അത് ഇപ്പോൾ ഡോയിഷ് പഠിക്കണമെങ്കിൽ ഡോയിഷ്, ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ നിക്കോസ്വെഗ് പോലെയൊക്കെയുള്ള സിനിമകൾ, ആ സിനിമകളൊക്കെ കണ്ടാൽ എങ്ങനെയാണ്, അതിനകത്ത് നമ്മൾ അണ്ടർ ടൈറ്റിലുണ്ട്, താഴെ അണ്ടർ ടൈറ്റിൽ വായിച്ചിട്ട് നമ്മൾ ആ സിനിമ കണ്ട് അതിൻ്റെ അർത്ഥം പഠിക്കുക. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മ്യോഗ്ലിഷ്കൈറ്റാണ് ഔസ്ലാൻഡിഷെ ഫിൽമെ. അപ്പോൾ അത് പറയുമ്പോൾ ഫോട്ടയിൽ നാക്ടയിൽ, അപ്പോൾ ഫോട്ടയിൽ എന്താണ് ഔഷ്പ്രാഹെ, വളരെ ഇമ്പോർട്ടൻ്റ്, ഔഷ്പ്രാഹെ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രാക്കൻസ് ഫെർബസൻ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ സ്പ്രാഹ് മാത്രമല്ല കൾച്ചറും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരുപാട് വേർഡ് ചാറ്റ്സുകൾ കിട്ടും നമുക്ക്, പുതിയ വേർഡ് ചാറ്റ് വൊക്കാബുകൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള പ്ലസ് പോയിൻറ്റ്സ്. മൈനസ് ആണെങ്കിലോ ലാങ്സാമാണ്, നമ്മൾ ഉണ്ട ടൈറ്റിൽ വാങ്ങിച്ച് ഭയങ്കര ലാങ്സാം കൈറ്റായിരിക്കും. പിന്നെ ഫോൾ ഹൈറ്റ് വരും, നമുക്ക് ഇൻട്രസ്റ്റ് പോകും ആ സിനിമ കാണാനുള്ള, മൊത്തത്തിലുള്ള സിനിമയുടെ മീനിങ് മനസ്സിലാവത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഫസ്റ്റേൺ ചെയ്യാനായിട്ട് കഴിയത്തില്ല, അതൊക്കെ നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഫ്രംസ്പ്രാഹെ എർലേണൻ്റെ മ്യോഗ്ലിഷ്കൈറ്റുകളാണ്. നമുക്കിപ്പോൾ എക്സാമിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന മ്യോഗ്ലിഷ്കൈറ്റുകൾ അല്ലാണ്ട് വേറെ മ്യോഗ്ലിഷ്കൈറ്റുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് എക്സാമിനോട് ചോദിക്കുകയാണെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക്, എക്സ്ട്രാ മ്യോഗ്ലിഷ്കൈറ്റുകളായിട്ട് നമുക്ക് ഇതൊക്കെ തന്നെ പറയാം, ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രംസ്പ്രാഹൻ എർവെർബൻ. നിങ്ങൾക്ക് ഈ ടോപ്പിക് മനസ്സിലായെന്ന് കരുതട്ടെ. നാളെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. Tschüss, auf Wiedersehen.